ഇത് 2023 എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗുഡ് വൈബ്സ് റോസ് ഗ്ലോ ടോണർ. സോ ടോണർ അപ്ലൈ ചെയ്ത് 2 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇത് Mamaearth സ്കിൻ ഇല്യൂമിനേറ്റ് ഫേസ് സിറം വിത്ത് വിറ്റമിൻ സി ആൻഡ് ടർമറിക് അടങ്ങിയിട്ടുള്ള ഫേസ് സിറമാണ്. സോ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം ടോണർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. മോയ്സ്ചറൈസറിനായി നിങ്ങൾ ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക, വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുക, ഏതെങ്കിലും ലോഷൻസ് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ CTM പ്രോസസ്സ്: ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ. സോ വിറ്റമിൻ സി സിറം നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഞാനിവിടെ ഒരു 3-in-1 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് BT റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. സോ ഇത് 3-in-1 പ്രൊഡക്റ്റ് എന്ന് പറയാൻ ഇത് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യും, പ്രൈമറായി നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൈലൈറ്ററായി. സോ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ ഗ്ലോയി ലുക്ക് നമുക്ക് കീപ്പ് ചെയ്യാൻ നമ്മൾ മസ്റ്റായി ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരിക്കണം. ഓൾറെഡി മോയ്സ്ചറൈസറായി നമ്മൾ വിറ്റമിൻ സി സിറം അപ്ലൈ ചെയ്തു. സോ ഇത് എക്സ്ട്രാ മോയ്സ്ചറൈസറിനായിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ നമ്മുടെ ഫേസ് ഡള്ളായിരിക്കണം, അത് ബ്രൈറ്റനിങ് നൽകാനായിട്ടാണ് ഞാനിത് സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുന്ന ഈ സ്വിസ് ബ്യൂട്ടി റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറി യൂസ് ചെയ്യുന്നത്. സോ ഫേസിലെ ഗ്ലോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മുടെ പോർസ് നമുക്ക് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഹൈഡ് ചെയ്യാനുള്ള പ്രൊഡക്റ്റാണ്, പ്രൈമറാണ്. ഇത് ഇബ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ. പ്രീ മേക്കപ്പ് ബേസാണ്, മേഡ് ജെൽ ബേസ് എൻറിച്ച്ഡ് വിത്ത് അർഗൻ എക്സ്ട്രാക്റ്റ്. ആൻഡ് ഇത് നമുക്ക് 5 waysലാണ് നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ സ്മൂത്ത് ചെയ്യാനും മെറ്റിഫൈ ചെയ്യാനും നമ്മുടെ പോർസ് ഫൈൻ ലൈൻസ് എല്ലാം ഫിൽ ചെയ്യാനും നമ്മുടെ മേക്കപ്പ് ലോങ് ടൈം ക്രീസി ആവാതെ കേക്കി ആവാതെ സ്മഡ്ജ് ആവാതെ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ മേക്കപ്പിൻ്റെ ബേസായ പ്രൈമർ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രൈമർ അപ്ലൈ ചെയ്തു 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവൂ. സോ 5 മിനിറ്റ്സിൽ ഞാൻ ബാംഗിൾസ് ഇയറിങ്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. സോ വിൻ്റർ സീസണിലെ ബെസ്റ്റ് ഫൗണ്ടേഷനാണ് Mamaearth ഗ്ലോ സിറം ഫൗണ്ടേഷൻ വിറ്റമിൻ സി. ഇതിൻ്റെ ഷെയ്ഡ് 02 ക്രീമി ഗ്ലോ. ഓൾറെഡി ഞാൻ ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ആൻഡ് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, നിങ്ങൾക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാം. ഡാം ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ റൗണ്ട് സൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ സെയിം ഫൗണ്ടേഷൻ നമ്മുടെ ഐലിഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ഈ ഡാം ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ പോയിൻറ്റ് സൈഡ് യൂസ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ. സോ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെവി ആയി ഫൗണ്ടേഷൻ ലുക്ക് നൽകാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലുക്ക് നൽകാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, Mamaearthൻ്റെ വിറ്റമിൻ സി ഫൗണ്ടേഷൻ. സോ കൺസീലർ യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ പകരമായി ഞാൻ ഐലിഡ് ഏരിയയിലെ ബ്ലാക്ക് സർക്കിൾസ് എല്ലാം കവർ ചെയ്യാൻ ഞാനിവിടെ Mamaearthൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ടൈം എടുത്ത് വേണം നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം കേക്കി ആവും, നമ്മുടെ മേക്കപ്പ് ലോങ് ടൈം നമുക്ക് എന്തായാലും ലാസ്റ്റ് ചെയ്യില്ല. സോ നോസിൻ്റെ സൈഡ്സ് നമ്മൾ പോയിൻറ്റ് സൈഡ് യൂസ് ചെയ്ത് അതുപോലെ തന്നെ സ്മൈലി ലൈൻസ് ക്ലിയർ ചെയ്യാൻ പോയിൻറ്റ് സൈഡ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യണം. സോ വൺ സൈഡ് മുഴുവൻ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അതർ സൈഡ് നമുക്കതുപോലെ അപ്ലൈ ചെയ്യാം. ഡാം ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ റൗണ്ട് സൈഡ് ആൻഡ് പോയിൻറ്റ് സൈഡ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ സെൻറ്റർ പോർഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഇതുപോലെ സെറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ നല്ലപോലെ സ്മഡ്ജ് ആവാനും അതുപോലെ എവിടെയെങ്കിലും പ്രൊഡക്റ്റ് കറക്റ്റായി ഡാബ് ആയിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യണം, നമുക്ക് ഈ ട്രിക്ക് ഹെൽപ്പ് ചെയ്യും. Mamaearth ഗ്ലോ സിറം ഫൗണ്ടേഷൻ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ഫൗണ്ടേഷൻ നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ജസ്റ്റ് ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്ത് ഇതുപോലെ അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്ത പ്രൊഡക്ട്സ് എല്ലാം സെറ്റ് ചെയ്യാൻ ലോങ് ടൈം അതെല്ലാം ലോക്ക് ചെയ്യാൻ, ക്രീസി ആവാതെ കേക്കി ആവാതെ ഓയിലി ആവാതെ ലോക്ക് ചെയ്യാൻ നമുക്കൊരു പ്രൊഡക്റ്റ് വേണം. അതിനാണ് ഞാനിവിടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇബ പെർഫെക്റ്റ് ലുക്ക് ലോങ് വിയർ മേറ്റിഫൈയിങ് കോമ്പാക്ട് പൗഡർ ആൻഡ് ഇത് 01 ഫെയർ പേളാണ് ഇതിൻ്റെ ഷെയ്ഡ്. പ്രൊഡക്റ്റിന് ഞാൻ റീസെൻ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും.
നെക്സ്റ്റ് ഐബ്രോസ് ഫിൽ ചെയ്യുക. ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡ് അൾട്ടിമേറ്റ് ബ്രോ കിറ്റ് E963 ആഷ് ബ്രൗൺ ഷെയ്ഡാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ ബെസ്റ്റ് പ്രൊഡക്റ്റാണ്, ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. സോ ഇതിൽ തന്നെ നമുക്ക് സ്മോൾ പ്ലക്കർ, മിറർ ആൻഡ് ബ്രഷ് അവൈലബിൾ ആൻഡ് വൺ സൈഡ് സ്പൂലി, അതർ സൈഡ് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ബ്രഷ് ആൻഡ് ഇതിൽ തന്നെ വാക്സ് ക്രീം അവൈലബിൾ ആണ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഐബ്രോ പൗഡർ നല്ലപോലെ സെറ്റ് ചെയ്യാൻ നമുക്ക് വാക്സ് ക്രീം യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് ഞാനിവിടെ ഐ മേക്കപ്പ് ചെയ്തിരുന്നു. ആ ഐ മേക്കപ്പ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. സോ അതിന് ശേഷം കോൺട്യൂറാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. നൈക്ക 07 ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് കോൺട്യൂറായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കോൺട്യൂർ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ഞാൻ സെയിം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്ത ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് കോൺട്യൂർ ഡാബ് ചെയ്യുന്നത്. കോൺട്യൂർ നമ്മുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഷാർപ്പ് ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. കാരണം നമ്മുടെ ഡബിൾ ചിൻ, നമ്മുടെ നോസ് ഷേപ്പ് ചെയ്യാനും നമ്മുടെ ചീക്സ് കോൺട്യൂർ ചെയ്യാൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സോ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മളത് 2023 ആയാലും ഏത് ഇയർ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ബ്ലഷ്. സോ ഇത് ഫേസസ് കനഡ അൾട്ടിമി പ്രോ ബ്ലെൻഡിഫിനിറ്റി സ്റ്റിക്ക് ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് പാഷനറ്റ് പിങ്ക് 02. സോ ബ്ലഷും സെയിം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം സ്വിസ് ബ്യൂട്ടി അൾട്ടിമേറ്റ് ഐഷാഡോ പാലറ്റിൽ ഞാൻ നമ്മുടെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യുന്ന കളറാണ് ചൂസ് ചെയ്തത് ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ. സോ നെക്സ്റ്റ് നമ്മുടെ ലിപ്സിലുള്ള ഫൗണ്ടേഷൻ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അതിനുശേഷം ബയോട്ടിക്കിൻ്റെ ലിപ് ബാമാണ് ഇവിടെ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം സ്വിസ് ബ്യൂട്ടി ബോൾഡ് മേറ്റ് ലിപ് ലൈനർ റോയൽ റെഡ് 01 ലിപ് ലൈനറാണ് ആദ്യം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ ലിപ് ലൈനർ നമ്മൾ കറക്റ്റായി നമ്മൾ ഡ്രോ ചെയ്ത ശേഷം നമ്മുടെ ലിപ്സ് ബിഗായി സ്മോളായി ഷേപ്പ് ചെയ്യാനും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ അപ്ലൈ ചെയ്ത ശേഷം ജസ്റ്റ് നമുക്ക് കുറച്ച് ഈ സെയിം ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഫിൽ ചെയ്യാം. ശേഷം നൈക്ക അംബ്രില്ല 0.2 മില്ലിയുടെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ലിപ്സ്റ്റിക്കിൽ കൂടുതലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഗ്ലോസി ലിപ്സ്റ്റിക്കായി തോന്നിയിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്തത്. ബട്ട് എനിക്ക് ഗ്ലോസി ലുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടി ഗ്ലോസ് മീ ലിപ് ഗ്ലോസാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ. സോ ഇത് ബ്ലൂ ഹെവൻ മേക്കപ്പ് ഫിക്സറാണ്, പാരബൻ ഫ്രീ ആയിട്ടുള്ള മേക്കപ്പ് ഫിക്സറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്താൽ മതി. മേക്കപ്പ് സെറ്റ് ചെയ്യാനും എക്സ്ട്രാ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആവാൻ ഈ ട്രിക്ക് ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.